അപ്പോൾ ഏറ്റവും കള്ളം കെട്ടുണ്ടാവാൻ സാധ്യത ഉള്ളത് ഹജ്ജിൻ്റെ കൂലിയാണ്. വേഗം കൊണ്ടുപോകും. എന്നാൽ അത് രണ്ടാമോ ഒന്നും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചാലോ കുറച്ച് തോനെ കായും വേണ്ടി വരും, കിട്ടില്ല. ഇങ്ങനെയാണ് മനുഷ്യന്മാർ. അപ്പോൾ അതുകൊണ്ട് ഇബാദത്തുകൾ എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും മാ സിവൽ ബാരി തആല ഖൽബിൽ നിന്ന് ഒഴിവാകണം. അള്ളാഹു അല്ലാത്ത ചിന്ത ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുക. മോളെ കെട്ടിച്ചോടത്തേക്ക് പോവുകയാണ്, റമദാൻ മാസമൊക്കെ അല്ലേ. അപ്പോൾ മോളെ കെട്ടിച്ചോടത്തേക്ക് പോവുകയാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് കയറി അല്ലെങ്കിൽ ബേക്കറി കയറിയിട്ട് 1 കിലോ ചിപ്സും വാങ്ങി, 1 കിലോ പിന്നെ ഈത്തപ്പഴം വാങ്ങി, പിന്നെ 1 കിലോ മിച്ചറും വാങ്ങി. പിന്നെ കുട്ടികൾക്ക് അവിടെ കുട്ടികളൊക്കെ ഉണ്ട്, പിന്നെ മോളെ കെട്ടിച്ചോടത്തേ. അപ്പോൾ കുട്ടികൾക്കൊരു 3 കോലുമുട്ടായും വാങ്ങി. അപ്പം അങ്ങനെ മനസ്സിലിങ്ങനെ തോന്നി, പഠിച്ചോനെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവിടെ, കുട്ടികൾക്കൊരു സന്തോഷമാവണമെങ്കിൽ ഈ മിച്ചർ കൊണ്ടും ചിപ്സ് കൊണ്ടും ഈത്തപ്പഴം കൊണ്ടൊന്നും കാര്യമില്ല, അതിനൊരു 4 കോലുമുട്ടായി വേറെ തന്നെ വേണമെന്ന് എഴുതിയിട്ട് വാങ്ങിയതാണ്. കുട്ടികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി 4 കോലുമുട്ടായി. ശരിക്കും കരുതേണ്ടത് എങ്ങനെ, പടച്ചോനെ അവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ റബ്ബേ, കുട്ടികളെ തൃപ്തിപ്പെടുത്തിയാലല്ലേ അള്ളാഹുവേ അനക്ക് തൃപ്തിയാവുള്ളൂ. അതുകൊണ്ട് അന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി 4 കോലുമുട്ടായി. അങ്ങനെയുള്ള കരുതണ്ടേ. അതിന് പകരം എന്തായി, കുട്ടികളെ തൃപ്തിപ്പെടുത്തലായി. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും എങ്ങനെ വേണ്ടത്, ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനായി അങ്ങോട്ട് മാറുകയാണ് വേണ്ടത്. ചെയ്യണത് ഇപ്പം എന്താ, ഓരോ പാക്കറ്റ് ഈത്തപ്പഴം എല്ലാവർക്കും നോൻപുറക്കാൻ കിട്ടിയവർക്കൊക്കെ നല്ല സന്തോഷമാവും. അതാണിപ്പോൾ ചെയ്യണ പണി. പക്ഷെ കൽബോണ്ട് എന്ത് കരുതാ, പടച്ചോനെ ഇത് നാട്ടുകാരെ തൃപ്തിപ്പെടുത്താനൊന്നും അല്ല റബ്ബേ, അന്നെ തൃപ്തിപ്പെടുത്താനാണ്. ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആയി മാറേണ്ട സ്ഥാനത്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യം ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആയി മാറുന്ന തരത്തിലേക്ക് നമ്മളാകുന്നു. മാസിവൽ ബാരി തആലയാകുന്നില്ല, ഹൃദയം പരിശുദ്ധമാകുന്നില്ല, അള്ളാഹുലേക്ക് മാത്രമായി ഒഴിഞ്ഞു മാറുന്നില്ല. ഒരു കാര്യം ചെയ്യലും അങ്ങനെയാണ്, ചെയ്യാതിരിക്കലും അങ്ങനെയാണ്. നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി നിസ്കരിച്ചാലേ കൂലിട്ടുള്ളൂ, നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റാലേ കൂലിട്ടുള്ളൂ. എന്നാൽ നമ്മളാരും കള്ളുടിച്ചലില്ലല്ലോ, അതാർക്ക് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ കുടിച്ചാലിപ്പോൾ നാട്ടുകാരറിഞ്ഞാൽ എന്താ വിചാരിക്കുക എന്ന് തോന്നിയിട്ടാണെങ്കിൽ അതിനും കൂലിയൊന്നും കിട്ടൂല. മനസ്സിലായോ എന്നറിയില്ല നിങ്ങൾക്ക്. ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ് ഒഴിവാക്കുന്ന കാര്യങ്ങൾക്ക്. ചെയ്യലല്ല ഇടങ്ങേറ്, പിന്നെന്താ ഇടങ്ങേറ്, ഒഴിവാക്കണ കാര്യമാണ് വലിയ ഇടങ്ങേറ്. മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ. മജ്‌ലിസ് നൂർക്ക് 1100 റുപ്യ കൊടുക്കണതിനേക്കാൾ ഇടങ്ങേറാണ് സൂപ്പർ മാർക്കറ്റിൽ ചൈനയിൽ നിന്ന് സാധനം ഇറക്കി ജപ്പാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കാതിരിക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് വളരെ പ്രയാസമുള്ളത്, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾക്കല്ല പ്രയാസം. മനസ്സിലായോ? അതായത് പള്ളിൻ്റെ മൂത്രപ്പരല്ല, ഇനി പള്ളിൻ്റെ മൊത്തം പണിക്കുവാണെങ്കിലും ഞാൻ പൈസ തന്നോളാം എന്ന് പറയാനല്ല ഇടങ്ങേറുള്ളത്. ഇടങ്ങേറ് എവിടെയുള്ളത്, റബ്ബർ ഷീറ്റ് വിൽക്കുമ്പോൾ കള്ളത്തരം കാട്ടാതിരിക്കാനാണ് വലിയ ഇടങ്ങേറ്. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കാണ് വലിയ പ്രയാസം, ചെയ്യണമെന്ന് പറഞ്ഞ കാര്യത്തിനല്ല. മനസ്സിലായ നിങ്ങൾക്ക്? മനസ്സിലായ നിങ്ങൾക്ക്? നോമ്പറക്കുമ്പോൾ എല്ലാവർക്കും ഓരോ പാക്കറ്റ് ബിരിയാണി കൊടുക്കാനല്ല വലിയ പ്രയാസമുള്ളത്. എൻ്റെ ബിരിയാണി സൂപ്പറായി എന്ന ആൾക്കാർ പറയാൻ വേണ്ടി അജിനാമോട്ട ചേർക്കാതിരിക്കാനാണ് വലിയ പ്രയാസമുള്ളത്. ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾക്കാണ് വളരെ പ്രയാസമുള്ളത്, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾക്കല്ല. ഇഞ്ഞും മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇഞ്ഞും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട്. ചെയ്യാൻ പറഞ്ഞ കാര്യത്തിനല്ല വലിയ ഇടങ്ങേറുള്ളത്, ഒഴിവാക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സത്യം പറയാനല്ല വലിയ പ്രയാസമുള്ളത്,
നുണ പറയാതിരിക്കാനാണ് വലിയടങ്ങേറ്. സത്യം പറയാൻ നിർബന്ധമില്ല. ഏയ് മനുഷ്യന്മാരെ, സത്യം പറയൽ നിർബന്ധമില്ല, നുണ പറയാതിരിക്കൽ നിർബന്ധമാണ്. അസരംസ്കാരം കഴിഞ്ഞിട്ട് പീടിക്ക് പോയിട്ട് കാൽച്ചായ ഓർഡർ ചെയ്തുങ്ങാണ്ട് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ മുക്രിക്കാക്ക മൈക്കമ്മ മുട്ടുന്നത് വരേക്കും സത്യം പറഞ്ഞിരിക്കൽ നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. സത്യം പറയൽ നിർബന്ധമില്ല. പിന്നെ ഏതാ നിർബന്ധം? നുണ പറയാതിരിക്കലാകുന്നു നിർബന്ധമുള്ളത്. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് വലിയ അടങ്ങറുള്ളത്. ചെയ്യാൻ പറഞ്ഞ കാര്യം അത്ര പ്രയാസമുള്ളതല്ല, വേഗം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിരോധിക്കപ്പെട്ട കാര്യങ്ങളിലാണ് കൂടുതൽ സൂക്ഷ്മതയുണ്ടാവേണ്ടത്. ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളിലാണ് കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടത്. അതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉള്ളും പുറവും ശുദ്ധമാകണം. നമ്മളെ ഉള്ളും ശുദ്ധമാവണം, പുറം ശുദ്ധമാവണം. പുറം മാത്രം ശുദ്ധമായാൽ പോരാ, പുറവും ശുദ്ധമായിരിക്കണം. അന്നളാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം നമ്മുടെ അകവും ശുദ്ധമായിരിക്കണം, നമ്മുടെ ചിന്തകൾ ശുദ്ധമായിരിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ ശുദ്ധമായിരിക്കണം, നമ്മുടെ ശരീരം ശുദ്ധമായിരിക്കണം, നമ്മുടെ സംസാരം ശുദ്ധമായിരിക്കണം. എല്ലാ നിലയിലുമുള്ള പരിശുദ്ധതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ട മാസമാകുന്നു റമദാൻ മാസം. റമദാൻ 29-ൻ്റെ അന്ന് അല്ലെങ്കിൽ 30-ൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ ഖൽബ് നമ്മളോട് പറയണം, അൽഹംദുലില്ലാഹ്, ഈ കൊല്ലത്തെ റമദാൻ മാസം എന്തായാലും മുതലായിട്ടുണ്ട്. 9-ൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഖൽബ് പറയണം, റഹ്മത്തിൻ്റെ 10 ദിവസം മുതലായി. 19-ൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഖൽബ് പറയണം, ഈ കൊല്ലത്തെ രണ്ടാമത്തെ 10 എന്തായാലും കുറച്ച് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി ഒന്ന് ഉഷാറാകാൻ പറ്റി. 29-ൻ്റെ അന്ന് 30-ൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഖൽബ് പറയണം, അൽഹംദുലില്ലാഹ്, ഇക്കൊല്ലത്തെ റമദാൻ ഏതായാലും ഖത്തം 3 തീർന്നിട്ട് മാസം 17 മജ്‌ലിസുന്നൂർ ഒന്ന് ചെല്ലാൻ പറ്റി. 25-ന് കുറച്ച് ആൾക്കാർക്കൊക്കെ കുറച്ച് സംഭാവനകളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റി. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷ നോക്കുകയാണെങ്കിൽ ഇക്കൊല്ലത്തെ റമദാൻ മാസം അൽഹംദുലില്ലാഹ് റാഹത്ത് തന്നെയാണ്. വരും വർഷങ്ങൾ ഇതിനേക്കാൾ റാഹത്തായി ചെയ്യാൻ ഖാലിഖായ റബ്ബേ എനിക്ക് നീ തൗഫീഖ് നൽകണേ എന്ന് ദ്വാരക്കണ ഒരു ഖൽബ് 29-ൻ്റെ അന്ന് 30-ൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉണ്ടായാൽ പരീക്ഷയിൽ ജയിച്ചു. പരീക്ഷയിൽ ജയിച്ചാൽ പെരുന്നാളിൻ്റെ അന്ന് പുതിയ തുണിങ്കുപ്പായൊക്കെ ഇട്ടിട്ട് ചാടാം. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയോനെ ചാടുമ്പോൾ 5ാം ക്ലാസ് തോറ്റോൻ ചാടും പോലെ ആകരുത് നമ്മളെ പെരുന്നാൾ. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ കുട്ടി ഇങ്ങനെ ചാടിക്കളിച്ചാണ്. അപ്പോൾ 5ാം ക്ലാസ് തോറ്റോൻ ഒപ്പം ഇങ്ങനെ ചാടുക. ഓനെ വലിയ ആട്ടം തോറ്റോനെ. അതേമാതിരത്തെ ചാട്ടം ചാടരുത്. 29-ൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മളെ ഖൽബിന് പറയണം നമ്മളോട് ചാടാം. ഇക്കൊല്ല അൽഹംദുലില്ലാഹ് ചാടാം. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ഇക്കൊല്ലത്തെ റമദാൻ മുതലായിട്ടുണ്ട്. അങ്ങനെ ആവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.